ഹായ്, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാട്ടുവാർത്തയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. ഇന്ന് തിരുവോണ ദിനവുമായിട്ട് നാട്ടുവാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും ഒക്കെ ഏറ്റവും പ്രിയങ്കരനായ പുനലൂർ നിയോജക മണ്ഡലം MLA ശ്രീ അജയ പ്രസാദ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിരുവോണ ദിന വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ആദ്യം തന്നെ നാട്ടുവാർത്തയുടെ പേരിലും എന്റെ പേരിലും സാറിന് തിരുവോണ ദിന ആശംസകൾ. നമസ്കാരം. അപ്പൊ ഈ വർഷത്തെ ഓണത്തിനൊരു പ്രത്യേകത കാണുമല്ലോ, ഇരട്ടി മധുരമാണ്. അപ്പൊ ഒരു ജനപ്രതിനിധി ആയിട്ട് ആഘോഷിക്കുന്ന ആദ്യത്തെ തിരുവോണമാണ്. അപ്പൊ തിരുവോണ ദിനത്തിനെ കുറിച്ച് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സാറിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്ക്. ഞാന് പണ്ട് കാലത്ത് വലിയൊരു ആഘോഷത്തിന് വേണ്ടി ഒരു ഓണം വന്നാലും മറ്റേത് വിശേഷ ദിവസങ്ങൾ വന്നാലും ഒരാഘോഷം ഇല്ല, എന്നാൽ അതിനോടൊക്കെ സഹകരിച്ചു പോകുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആളാണ്. ഇപ്പോഴും വലിയൊരു ആഘോഷത്തിലേക്കില്ല, എന്നാൽ നാട്ടിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു വലിയൊരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇല്ല, അവരോടൊപ്പം ചേർന്ന് നിന്ന് സാധാരണക്കാർ ഇപ്പോ ആളുകൾ വന്ന് പകൽ വീട് തുടങ്ങിയിട്ടുള്ള വീടുകളിലേക്കൊക്കെ പോയി അവരെല്ലാം കണ്ട് അവരുടെ ആ ഒരു ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം പങ്കെടുത്ത് അവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ സാർ, ഇപ്പൊ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഓണത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തെ ഓണവും ഇപ്പം സാറ് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ ഒരു യാത്രയാണല്ലോ, അപ്പൊ തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഒരുപാട് മാറ്റമുണ്ട്. കാലത്തിൽ വന്ന മാറ്റത്തിന്റെ അനുസരിച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങള് ഈ റോഡുകളിലേക്ക് ഓണ സമയത്ത് പന്ത് കളി തുടങ്ങിയിട്ടുള്ള കൊച്ചു കളികൾ ഓണം ആ നിലയിലൊക്കെയാണ് കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു 35-40 വർഷക്കാലമായി ആ ഒരു രീതിയിലേക്ക് വന്നില്ല. എന്നാൽ സാധാരണ മനുഷ്യരോടൊപ്പം തൊഴിലാളികള്, ഇപ്പൊ തോട്ട തൊഴിലാളികള്, മണ്ണിൽ പണിയെടുക്കുന്ന മറ്റുള്ള കർഷക തൊഴിലാളികള്, ഓട്ടോറിക്ഷ രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനെ അവരോടൊപ്പം അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും സഹകരിച്ച് അവരോടൊപ്പം ചേർന്ന് അങ്ങ് പോവുകയാണ്. ആ നിലയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആഘോഷം എന്നുള്ള ആ ഒരു മനോഭാവത്തിന്റെ ആളല്ല പ്രത്യേകിച്ച്. എന്നാൽ എല്ലാവരോടും സഹകരിക്കുക, എല്ലാ മനുഷ്യരോടും സഹകരിക്കുക, എല്ലാവരുടെയും സുഖദുഃഖങ്ങളിലും ചേരുക എന്നുള്ള ഒരു രീതിയാണ് എൻ്റെ ഒരു സ്വഭാവം. പിന്നെ ഓണത്തിരക്കാണ്, അപ്പൊ അതിനോടൊപ്പം തന്നെ മണ്ഡലങ്ങളിലെ കാര്യങ്ങളിലും സാറിന് ഇൻവോൾവ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ കഴിഞ്ഞ ഒരു 40-45 വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനം സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിന്നുള്ള പ്രശ്നങ്ങളിലായിരുന്നു. തൊഴിലാളികളും അവരുടെ ആവശ്യങ്ങളും അവരുടെ സമരങ്ങളും ഒക്കെ ആയിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലും ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ആ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളോടൊപ്പം സഹകരിച്ച് ആ കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു പോയി വന്ന ആളെന്നുള്ള നിലയിൽ പുതിയ ഒരു സമയം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ പുതിയ നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പൊതുവെയുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കാര്യത്തിലുമെല്ലാം യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിൽ ഇടപെടുന്നുണ്ട്, എല്ലാ ആളുകളെയും സഹകരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയം ആ കാര്യത്തിലില്ല. വികസനമാണ് എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള ആളുകളുടെ താല്പര്യങ്ങളെല്ലാം സംശീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചു പോരുന്നത്. അത് തുടരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിലേക്ക് പോവുകയാണ്. ചിലപ്പോ ഓണം ആയതുകൊണ്ട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും ചോദിക്കുകയാണ്. അപ്പൊ തിരുവോണ നാളിൽ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സാറിന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പിന്നെ എന്താ പറയുക, അവരാഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ വരും വർഷങ്ങളിൽ സാറിന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ വല്ലതും മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടോ? പദ്ധതികള് ധാരാളമുണ്ട്. ഇപ്പോ ഓണം വന്നല്ലോ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ടൂറിസത്തെ സംബന്ധിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു.
അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മന്ത്രിക്ക് നിവേദനം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ മലമേൽ ടൂറിസം, ഇക്കോ ടൂറിസം, അച്ചൻകോവില്, അതുപോലെ തന്നെ കുളത്തൂപ്പുഴ ശാസ്ത്ര ക്ഷേത്രം, കുടുക്കത്തുപാറ തുടങ്ങിയിട്ടുള്ള ആ മേഖലകളെല്ലാം കൂടി കേന്ദ്രീകരിച്ച ഒരു ടൂറിസം പാക്കേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിവേദനം നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതിന് ഇനിയിപ്പോ ഫോളോ ചെയ്യണം, അതിനാവശ്യമായിട്ട് ഇടപെടി നടത്തണം. മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് ഇക്കോ ടൂറിസത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ചർച്ചയും ഇതൊക്കെ കാണിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടി നടത്തിയിട്ടുണ്ട്. അപ്പൊ ടൂറിസം മേഖലയ്ക്ക് ഒരു പ്രാധാന്യം ഓണമായതുകൊണ്ട് പറയുക. എന്നാൽ മറ്റുള്ള മേഖലകളിലെല്ലാം മാറ്റങ്ങൾ വരണം. ഇപ്പൊ താലൂക്ക് ആശുപത്രിയില് ഒട്ടേറെ ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു ഇന്നത്തെ രീതി മാറ്റിക്കൊണ്ട് ഒരു ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു. എന്നാൽ അതിനിപ്പോ ഞാൻ വന്ന ഉടനെ തന്നെ മന്ത്രിക്ക് നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു. അദ്ദേഹം ഇതെല്ലാം പരിശോധിച്ചു, ചർച്ച ചെയ്തു. അപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. അതിന് 6-7 ഡോക്ടർമാർ വേണം. വിവിധ പിന്നെ ഇവിടെ സാധാരണ ഏതെങ്കിലും ചെറിയ രോഗത്തിന് വരുമ്പോൾ തന്നെ റഫറൽ നടത്തുകയാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ തന്നെ അതിന് ചികിത്സ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം വരുത്തിക്കൊണ്ട് ഒരു വലിയ മാറ്റം താലൂക്ക് ആശുപത്രിയിൽ വരാൻ പോവുകയാണ്. പോലീസ് സർജൻ അടക്കം വരുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഓണത്തോടനുബന്ധിച്ചും തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം ഒരു മാറ്റം ആശുപത്രിയിൽ ഫീൽ ചെയ്യത്തക്കതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. MRI സ്കാൻ അടക്കം ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നം അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ കുറച്ച് ഇപ്പൊ ലൈഫ് ഭവന പദ്ധതി പലയിടത്തുമൊക്കെ വലിയ സമുച്ചയങ്ങൾ അത് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് പണിതിട്ടിരിക്കുക, അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അവിടെയെല്ലാം ഇടപെട്ട് അവിടെയെല്ലാം താമസിക്കുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്. ഒരു വീട് കയറിക്കിടക്കാൻ ഒരു കൂര വേണമെന്ന് സ്വപ്നം കാണുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആ താല്പര്യത്തിന് വേണ്ടി നമുക്ക് ഇടപെടാൻ കഴിയണം. അപ്പൊ അതിനുവേണ്ടി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണിതീരാത്ത അത്തരം പണി അതെല്ലാം കണ്ടുപിടിച്ച് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാനും ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കണം എന്നുള്ളൊരു തീരുമാനിച്ച് അതിൻ്റെ കോൺട്രാക്ടർമാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എല്ലാം കൂടെ വിളിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്പീഡാക്കാനും വളരെ പെട്ടെന്ന് തന്നെ അത്തരം ഭവന പദ്ധതികൾ സ്വപ്നം കണ്ടിരിക്കുന്ന മനുഷ്യനെ അതിനകത്ത് താമസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തി വരികയാണ്. സ്വാഭാവികമായിട്ട് അതിനെല്ലാം പരിഹാരം കാണണം. പിന്നെ പലതരത്തിലുള്ള പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതെല്ലാം പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി പുനലൂരായാലും അഞ്ചലായാലും കൊടുത്തൂപ്പുഴയായാലും ഇടമളയ്ക്കലായാലും ജനതാല്പര്യം അനുസരിച്ച് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പൊ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് കുറച്ചു നേരമായിട്ട് ചില കാര്യങ്ങൾ സാറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു വീട്ടിലെ ഗ്രഹനാഥൻ എന്നുള്ള രീതിയിൽ കുടുംബത്തോടുള്ള പോകാൻ അങ്ങനെയാ? എന്റെ വീട്ടില് നാഥൻ എന്നുള്ളതല്ല, ഗ്രഹനാഥനാണ് വീട്ടിലുള്ളത്. എനിക്ക് 2 മക്കളാണ്. അവര് ആൺപിള്ളേരാണ് രണ്ടുപേരും. ഇപ്പൊ ഒരാള് BTech കഴിഞ്ഞു. അയാൾക്ക് ഇപ്പോ ഒരു BTech കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇളയ മോനെ +2 കഴിഞ്ഞിട്ട് അയാൾ എൻട്രൻസിനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാര്യ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറിയിൽ അധ്യാപികയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ 4 പേരും ചേർന്നാണ് എൻ്റെ ഈ ചെറിയ കുടുംബം. സ്വാഭാവികമായിട്ടും ഓണത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഞാനൊരു അച്ഛൻ എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ട പിന്നെ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോഴും അതിനുള്ള സമയത്തിന്റെ പരിമിതി എല്ലാം ഉണ്ടെങ്കിലും ഉള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഞങ്ങളും ഓണം നിങ്ങളോടൊപ്പം ആഘോഷിക്കുമെന്നാണ്. സാർ ഇപ്പോ പഴമക്കാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് പ്രായോഗികമാക്കാനും കഴിയില്ല. അപ്പൊ ഈ ഓണനാളിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ ഓണനാളിലും അങ്ങനെ ഒരു വിലക്കയറ്റം നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുണ്ടോ? പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് ക്രമാതീതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് പെട്രോൾ ആയാലും ഡീസലായാലും നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. എന്നാലും ക്രമാതീതമായ വിലവർധനമാണ് ഉണ്ടാവുന്നത്. തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റുകളാണ്. സ്വാഭാവികമായും ഗവൺമെന്റുകൾ അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പെൻഷൻ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പെൻഷനൊക്കെ മേടിച്ചാണ് പലരും ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ആ പെൻഷനൊക്കെ സമയത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് തലത്തിൽ ആലോചന നടത്തിയിട്ടുണ്ട്. നമ്മളും എല്ലാം ആ കാര്യത്തിൽ ഇടപെട്ട് ഗവൺമെന്റിനോട് പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ ഓണം ഇതുകൊണ്ട് ആശ്രയിക്കുന്ന ആളുകൾക്ക് മരുന്ന് മേടിക്കാനും ഓണം കൊള്ളാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി കൃത്യമായി പെൻഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ എത്തിക്കും. പെൻഷൻ കൊടുത്തുകൊണ്ട് ഓണത്തിന് ആ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. പൊതുവെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം സർക്കാർ തലത്തിലുള്ള കർശനമായ ഇടപെടൽ ആവശ്യമാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, തിരുവോണ നാളില് നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ സാറിന്റെ മണ്ഡലത്തിലെ സാറിനെ സ്നേഹിക്കുകയും എല്ലായിടവും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകുന്നത്. സോ അല്ലെങ്കിൽ മാത്രമല്ല ഒരു ജനപ്രതിനിധിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാരെയും ഒത്തൊരുമയോടെ നോക്കിക്കാണുന്ന സാറിന് തിരുവോണ നാളിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? തിരുവോണ നാളിൽ നാട്ടുവാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മള് ഓണം എല്ലാവരുടെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ കാണുന്ന ആ സങ്കല്പം വളരെ അർത്ഥവത്തായതാണ്. ആ സങ്കല്പത്തിലൂടെ മനുഷ്യരെല്ലാവരും, ആ കാഴ്ചപ്പാടെല്ലാം ആ നിലയിൽ തന്നെ മാറണം. മനുഷ്യരെല്ലാവരും ജാതിയും മതവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യരാണ് എല്ലാവരും ഒരുപോലെ ആകണം. ആ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഏകോദര സഹോദരങ്ങളായി നിന്നുകൊണ്ട് ഓണത്തെ വരവേൽക്കണം, ഓണത്തെ ആഘോഷിക്കണം എന്നാണ് എനിക്ക് ആ നാട്ടുവാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പുനലൂർ MLA ശ്രീ അജയ പ്രസാദിന്റെ ഓണവിശേഷങ്ങളും വികസന വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി നാട്ടുവാർത്തയുടെ പ്രിയ പ്രേക്ഷകർക്ക് എന്റെയും നാട്ടുവാർത്തയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ.